ഫ്രണ്ട്സ് ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് ഒ എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ മാത്സിൻ്റെ ആൻസറൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ്. ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ്. ഓപ്ഷൻ ബി. ഡാഷ് യൂറോപ്യൻസ് കോൺകേർഡ് മെനി പാർട്സ് ഓഫ് ദി വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ. ദ യൂറോപ്യൻസ് ഏതാ വരുന്നത്? ഓപ്ഷൻ ബി. ദ യൂറോപ്യൻസ്. നൺ ഓഫ് ദി ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ഫിനിഷ് ദ ഹോംവർക്ക്. ഇവിടെ നണ്ണ് വന്നുകൊണ്ട് നോട്ട് ആൻസർ ചെയ്യുക. നോട്ട് ടാഗിനകത്ത് വരത്തില്ല. അപ്പോൾ ഹാവ് ദേ. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി ഡാഷ് അറ്റ് ഹോം. ഇഫ് ഇറ്റ് റെയിൻസ് ഇപ്പോൾ ഫസ്റ്റ് ഫോമാണ് വന്നിരിക്കുന്നത്. വിൽ സ്റ്റേ. അലക്സ് സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ടാസ്ക്. അലക്സ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഹാവ് എന്താവും ഹാഡ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഈസ് ദ ക്ലോസസ്റ്റ് ഇൻ മീനിങ് ഡെലിക്വൻറ്റ്. Delinquent means criminal. Delinquent means criminal. Delinquent, criminal. Select the antonym of derelict. Derelict means attentive. Derelict means attentive. The teacher asked the students to dash their assignment before submitting it. Look over. A handwriting that cannot be read, illegible. The idiom on cloud 9 means extremely happy or elated. നമുക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒരു നിമിഷം. ഓക്കെ, 15 ഇൻറ്റു 7 പ്ലസ് 3 ഡിവൈഡ് ബൈ 5 മൈനസ് 3. ക്വസ്റ്റ്യൻ 15 ഇൻറ്റു 7 പ്ലസ് 3. ആദ്യം ബ്രാക്കറ്റ് ചെയ്യുന്നത്. ബോർഡ് മാസ് വെച്ച് ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യുക. അപ്പോൾ 7 പ്ലസ് 3 10 ഡിവൈഡഡ് ബൈ 5 മൈനസ് 3. 15 ഇൻറ്റു 10 ബൈ 5 2 മൈനസ് 3. 15 2 30 മൈനസ് 3 27. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 0.004 പ്ലസ് 0.0004 എത്ര കൂടുതലാണ് 2/5? 2/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.4 ആണ്. എങ്ങനെയാണ് 2/5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 0.4. 2/5 എന്നുള്ളത് 0.4 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മൾ കൂട്ടുക. ഇത് നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 0.0004 പ്ലസ് 0.00004. അപ്പോൾ 4 പിന്നെ 3 zeros കൂടെ വരില്ലേ? അങ്ങനെ ആകുമ്പോൾ ഈ 0.4ൽ നിന്ന് ഇത്രയും കുറയ്ക്കണം. അതാണ് കിട്ടേണ്ടത്. 0.4 മൈനസ് 0.0044 എന്ന് വരും. ഇപ്പോൾ നമ്മൾ കുറച്ച് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇൻറ്റിൽ വരുന്നത് ലാസ്റ്റ് വരുന്ന 10ആണ്. 10ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 6 നമുക്കറിയാം. അങ്ങനെ ഈ ആൻസറാണ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് 1 + 3 + 5 + എക്സെട്ര + 99. ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഇപ്പം ഇതെന്ന് പറഞ്ഞിരുന്നാൽ ഒറ്റ സംഖ്യകളുടെ തുകയുടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഒറ്റ സംഖ്യകൾ കണ്ടുപിടിക്കുന്ന തുക എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒറ്റ സംഖ്യകൾ 1 + 3 + 5 + എക്സെട്ര അപ് ടു 99 ആണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ സംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n² വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 1 3 5 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്? 50 സംഖ്യകളാണുള്ളത്. അപ്പോൾ 50ൻ്റെ സ്ക്വയർ 2500. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വികരണത്തിൻ്റെ നീളം 18 സെൻറ്റിമീറ്ററും അതിൻ്റെ പരപ്പളവ് 216 സെൻറ്റിമീറ്ററും ആയാൽ രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമഭുജ ത്രികോണമല്ല ഇവിടെ വരേണ്ടത്. ഇവിടെ വരേണ്ടത് സാമാന്തരികമാണ് വരേണ്ടത്. സമഭുജ സാമാന്തരികമാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് ഹാഫ് d1 d2 എന്നുള്ള ഫോർമുല വരത്തുള്ളൂ. സമഭുജ സാമാന്തരികം. ഇത് ക്വസ്റ്റ്യൻ തെറ്റാണ്. സമഭുജ സാമാന്തരികമാണെങ്കിൽ ഹാഫ് d1 d2 വിസ്തീർണമാണ്
216 എന്ന് പറയുന്നത്. സമഭുജ സാമാന്തരികത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഫോർമുലയാണ് ഹാഫ് d1 d2. അതാണ് 216 എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് ഇൻറ്റു d1 എത്രയാണ് തന്നിരിക്കുന്നത്? 18 ഇൻറ്റു d2 ഈക്വൽ ടു 216. അപ്പോൾ d2 കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? 216 ഡിവൈഡഡ് ബൈ 9 ആണ് d2 ആയിട്ട് വരുന്നത്. അപ്പോൾ എത്ര വരും? 9 18 24 സെൻറ്റിമീറ്റർ എന്നുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. ഇതിപ്പോൾ എന്താണെങ്കിലും ഇത് ക്വസ്റ്റ്യൻ തെറ്റാണ്. സമഭുജ സാമാന്തരികം എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2⁵ ഇൻറ്റു 2² ഇൻറ്റു 3² ഇൻറ്റു 3⁴ ഇൻറ്റു 5² ഡിവൈഡ് ബൈ 2�6 ഇൻറ്റു 3² ഇൻറ്റു 3³ ഇൻറ്റു 5⁴ ഇൻറ്റു 6. ഇതിൽ നമുക്ക് (-1) ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് 2ൻ്റെ പവറുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. മേളിൽ 2�8് എന്ന് വരും. 2ൻ്റെ പവറുള്ള എത്ര എണ്ണം ഉണ്ട്? മേളിൽ 2�8. ഡിനോമിനേറ്ററിൽ 2ൻ്റെ പവറുള്ള എത്ര ഉണ്ട്? 2�6. ഇൻറ്റു ന്യൂമറേറ്ററിൽ 3ൻ്റെ പവറുള്ള എത്ര ഉണ്ട്? 4 + 2. a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m+n ആണ്. അങ്ങനെ വരുമ്പോൾ 3⁴ ഇൻറ്റു 3⁴ എത്ര വരും? 3⁴ 4 2 6 വരും. ഡിവൈഡഡ് ബൈ 3³ എന്ന് വരും. ഇൻറ്റു 5² ഡിവൈഡഡ് ബൈ 5⁴ എന്ന് വരും. ഇൻറ്റു 6 ഇത്രയും വന്നു. ഇനി നമുക്ക് (1) മറക്കരുത്. അപ്പോൾ 8 6. അപ്പോൾ എത്ര വരും? ന്യൂമറേറ്ററിൽ a⁻m ഡിവൈഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ a⁻m-1 ആണ്. അതുകൊണ്ട് 2⁴ എന്ന് വരും. 3⁻6 മൈനസ് 3⁻3 എന്ന് പറയുമ്പോൾ എത്ര വരും? 3⁻3 എന്ന് വരും. ഡിനോമിനേറ്ററിൽ എന്ത് വരും? 5² ഇൻറ്റു 6 എന്ന് വരും. എന്ത് വരും? -1 എന്ന് വരും. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു 27 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 6 എന്ന് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 4ഉം 6ഉം കൂടെ വെട്ടുമ്പം 3 2 6, 2 3 6, 2 4, 3 9 27. അപ്പോൾ 18/25 എന്ന് വരും. 18/25 (1) എന്നാണ് -1 എന്നാണ് വരുന്നത്. 18/25 (-1) എന്ന് പറയുമ്പോൾ ഇതിനെ തിരിച്ചിട്ടാൽ മതി. 25/18 എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25/18 ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 4, 11, 30, 67 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 1³ + 1 ആണ്. 1³ + 3 4, 2³ + 3 11, 3³ + 3 എന്ത് വരും? 30. 3 9 3 27, 3 30. 4³ + 3 67. 4 16 4 64 3 67. അടുത്ത ഏത് വരും? 5³ + 3 വരും. 5 25 125 3 128 ആണ് വരുന്നത്. അടുത്തത് എ എന്നത് പ്ലസ് ബി എന്നത് ഇൻറ്റു സി എന്നത് മൈനസ് ഡി എന്നത് ഡിവിഷനെ സൂചിപ്പിക്കുമെങ്കിൽ ഇതെങ്ങനെ നമുക്ക് എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8 ബിക്ക് അവിടെ എന്തോ കൊടുത്തിരിക്കുന്നത്? ബിയുടെ ഇവിടെ ഇൻറ്റു 8 × 12. എയ്ക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? പ്ലസ്. ഡിക്ക് പകരം എന്താ കൊടുത്തിരുന്നത്? ഡിവിഷൻ. അടുത്തത് സിക്ക് പകരം എന്താ കൊടുക്കുന്നത്? മൈനസ്. അപ്പോൾ ആദ്യം ഡിവിഷനാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ 18/6 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 എന്ന് കിട്ടും. ഇനി 12 8 96 പ്ലസ് 3 മൈനസ് 2. 96 3 99 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 97. ഓക്കെ, താഴെ പറയുന്ന ഒറ്റയാനേത്? ത്രികോണം, ചതുരം, ചാപം, വൃത്തം. ഏതാണ് വരുന്നത്? ചാപം. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എന്താണ്? 4πr². അപ്പം അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ് എന്ത്? 3πr². അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ് 3πr². വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. തെക്കെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? താഴോട്ട് പോകുന്നു. തെക്കോട്ട് വന്നെങ്കിൽ താഴോട്ട് പോയി. 10 കിലോമീറ്റർ താഴേക്ക് പോയി. ഓക്കെ, എന്നിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് പോവും? ഇങ്ങോട്ടേക്ക് പോയി. പടിഞ്ഞാറൊക്കെ തിരിഞ്ഞു. 5 കിലോമീറ്റർ നടന്നു. ഓക്കെ, 5 കിലോമീറ്റർ നടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. വടക്കെന്ന് പറഞ്ഞാൽ മേളാണ്. അപ്പോൾ 5 കിലോമീറ്റർ വടക്കോട്ട് തിരിഞ്ഞ് നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. കിഴക്കെന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ എത്തി. 4 മീറ്റർ നടന്ന് പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ എവിടെയാണ്?
ഇവിടുന്ന് തെക്കോട്ടല്ലേ നടന്നത്, അപ്പം ഇപ്പോൾ തെക്ക് തന്നെയാണ് നിൽക്കുന്നത്. പ്രാരംഭ ദിശയിൽ തന്നെയാണ് അയാൾ നിൽക്കുന്നത്. തെക്ക് തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.